പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ സംഘർഷം. ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ കണ്ണമല ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധമാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഡിഎഫ്ഒ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടോബി ജോൺസൺ ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഡിഎഫ്ഒ ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് നാട്ടുകാർ നടത്തുന്ന പ്രതിഷേധം, ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരവും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിൽക്കുകയാണ്. വൈദിക മേലധ്യക്ഷന്മാർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ വേണം. ഒപ്പം തന്നെ ഈ മരമേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകൾക്കെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി കേസെടുക്കുന്നു. ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ഇന്ന് രാവിലെയാണ് ഏവരെയും നടുക്കിക്കൊണ്ട് കാട്ടാനയുടെ ആക്രമണം ഒരാളുടെ ജീവനെടുത്തത്. അപ്പോൾ മുതൽ തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ രോഷമുണ്ടായിരുന്നു. അതിനുശേഷം ആന്റണി എംപി ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി അവിടെ കുത്തിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതേ തുടർന്നാണ് ഏകദേശം 11 മണിയോടുകൂടി നാട്ടുകാർ സംഘടിച്ച് സമരസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ, ജനകീയ സമരസമിതിയൊക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ മാർച്ചിൽ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി. എന്തായാലും ഡിഎഫ്ഒയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ വിഷയം ചർച്ചയാക്കി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇവരെല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീണ, വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ.